ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. ഹൃദയത്തെ മുറിവുണക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം? മനുഷ്യ ജീവിതത്തിൽ പ്രയാസം അനുഭവിക്കാത്ത ആരും തന്നെ ഉണ്ടാവുകയില്ല. ഓരോ മനുഷ്യരും അവരുടെ ജീവിതത്തിൽ ഓരോരോ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. അതിൻ്റെ കാരണങ്ങൾ പലവിധമാകും. അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പലതരമാകും. പ്രയാസം അനുഭവിക്കുന്ന അവസരത്തിൽ നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആളുകളില്ലെങ്കിലും ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നതാണ്. നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ച ആളുകളുടെ കോണ്ടാക്ട്സ് നിർത്തുക. അവരുമായുള്ള എല്ലാ രീതിയിലുള്ള കോണ്ടാക്റ്റുകളും നിർത്തലാക്കുക. നിങ്ങളിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ച ആളുകളുമായി വേറെ ഉള്ളവരും ഉണ്ട് എങ്കിൽ അവരുമായുള്ള കോണ്ടാക്റ്റ് ചെയ്യുന്നതിലൂടെ വീണ്ടും നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരുന്നു. അതുകൊണ്ട് ഏത് തരത്തിലുള്ള കോണ്ടാക്റ്റും ഒഴിവാക്കുക. നിങ്ങളെ തന്നെ കെയർ ചെയ്യുക. നിങ്ങളുടെ ആരോഗ്യവും സൗന്ദര്യവും സംരക്ഷിച്ചില്ല എങ്കിൽ മറ്റാരും അത് സംരക്ഷിക്കാനോ ഒന്നിനും വരികയില്ല. അപ്പോൾ നിങ്ങൾ തന്നെ സെൽഫ് കെയർ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ആരെയും വേദനിപ്പിക്കാത്ത ഒരാളാണെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന ആളുകളും ഉണ്ടാകാം. അതോർത്ത് കരഞ്ഞുകൊണ്ട് സങ്കടങ്ങൾ കൂട്ടാനല്ലാതെ കുറയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഓർക്കാതിരിക്കാം. എന്നാലും ചില സമയങ്ങളിൽ നാം മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്തു മനസ്സിലാക്കാം? നമ്മൾ ഒരാളോട് നല്ല രീതിയിൽ പെരുമാറിയത് കൊണ്ട് അവരും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണമെന്നില്ല. എല്ലാവരും ചിന്തിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ്. എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ അവർ എങ്ങനെയുള്ള പെരുമാറ്റമാണ് ഇഷ്ടപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അവരോട് പെരുമാറണം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട പാഠങ്ങൾ മനസ്സിലാക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വയ്ക്കുക. അത് നമുക്കൊരു റിലാക്സേഷൻ നൽകുന്നതാണ്. ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാവുന്നതാണ്. അതിലൂടെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമുക്കുള്ള അനുഗ്രഹങ്ങളിൽ നന്ദി പറയുക. നിങ്ങളെ എൻഗേജ്ഡ് ആക്കുന്ന, ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ നേച്ചറുമായി കോണ്ടാക്റ്റിൽ വരിക. ചെടികളും ഫലവൃക്ഷങ്ങളുമൊക്കെ നനച്ചു കൊടുക്കുകയോ നല്ല ചെടികളൊക്കെ നട്ടു വളർത്തുകയോ ചെയ്യുന്നു. ഇതിലൂടെ നമുക്ക് മാനസിക ഉല്ലാസവും കിട്ടുന്നതാണ്. നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാൻ നമ്മൾ തന്നെ നോക്കിയാലേ ഒക്കെയുള്ളൂ. മറ്റാരും നമ്മളെ സന്തോഷിക്കാനോ ഹെൽപ്പ് ചെയ്യാനോ വരണമെന്നില്ല. നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക. അതുപോലെ തന്നെ പ്രയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്ത് കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പും പ്രയർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.